ഹായ് ഡിയേഴ്സ്, റേസിൽ നിന്ന് ഞാനും നിങ്ങളെ പ്രിയപ്പെട്ട ശ്രീമത് സാറാണ്. അപ്പം ഒരുപാട് കുട്ടികൾ അല്ലേ നമ്മളോട് നിരന്തരമായിട്ട് ഇങ്ങനെ ചോദിക്കാറുണ്ട്, സാർ ഓരോ സബ്ജക്റ്റിനും എത്ര മാർക്ക് കിട്ടിയാലാണ് A+ കിട്ടാന്നുള്ള കാര്യം. സോ ഇന്ന് നമ്മൾ അത് ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോവാണ്. ഈ വീഡിയോ കണ്ടതിന് ശേഷം പിന്നെ ആർക്കും ഇതിലൊരു സംശയം ഉണ്ടാകാൻ പാടില്ല. അതുപോലെ തന്നെ ചില ടിപ്സ് കൂടി നമ്മൾ ടിപ്സും പറഞ്ഞിരുന്നുണ്ട്. ഓരോ വിഷയത്തിനും എത്ര മാർക്ക് കിട്ടിയാലാണ് A+ കിട്ടുക എന്നുള്ള കാര്യം കറക്റ്റ് ആയിട്ട് ഇവിടെ ശ്രീമത് സാർ ഇപ്പൊ എഴുതി കാണിച്ചു തരാൻ പോവാണ്. സാർ അപ്പൊ നമുക്ക് ആകെ പഠിക്കാനുള്ളത് എത്ര സബ്ജക്റ്റുകളാണ്? ഇപ്പൊ 10 സബ്ജക്ട് ഉണ്ട്. യെസ്. അപ്പൊ അതിൽ IT എന്ന് പറയുന്ന സബ്ജക്ട് നമുക്ക് വേണമെങ്കിൽ മാറ്റി നിർത്താം. IT മാറ്റി നിർത്തുകയാണെങ്കിൽ 9 സബ്ജക്ട് ഉണ്ട്. 9 സബ്ജക്ട് ആകെ പഠിക്കാനുണ്ട്. അതെ അതെ. ഇതിൽ നമ്മളെ ഫസ്റ്റ് ലാംഗ്വേജ്, സെക്കൻഡ് ലാംഗ്വേജ്, ഹിന്ദി, അതുപോലെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഇങ്ങനെ 6 സബ്ജക്ട്. യെസ്. 40 മാർക്കിലാണ് എഴുത്ത് പരീക്ഷ ഉള്ളത്. റിട്ടൺ എക്സാം 40 മാർക്കിനാണ്. അതെ. ഈ 40 പ്ലസ് 10 മാർക്ക് എന്തുണ്ട്? കണ്ടിന്യൂസ് ഇവാലുവേഷൻ C മാർക്ക്. അതടക്കം എത്ര മാർക്കിനാണ് പരീക്ഷ? 50 മാർക്കിനാണ് മൊത്തത്തിൽ നിങ്ങൾക്ക് എക്സാം വരിക. 50 മാർക്ക്. ഈ 50 മാർക്കിന്റെ പരീക്ഷയിൽ A+ കിട്ടാൻ വേണ്ടിയിട്ട് എത്ര മാർക്ക് വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 50ന്റെ 90% 45 മാർക്കാണ് നിങ്ങൾക്ക് A+ കിട്ടാനായിട്ട് വേണ്ടത്. അതെ. എന്തായാലും നിങ്ങൾ അത്യാവശ്യം കാര്യങ്ങളൊക്കെ ചെയ്തത് കൊണ്ട് C മാർക്ക് നിങ്ങൾക്ക് എന്തായാലും 10 മാർക്ക് കിട്ടിയിട്ടുണ്ടാവും. ഓൾറെഡി സ്കൂളിൽ C മാർക്ക് ഒക്കെ ഇട്ട് കഴിഞ്ഞതാണ്. നിങ്ങൾക്ക് 10 മാർക്ക് എന്തായാലും കിട്ടിയിട്ടുണ്ടാവും കേട്ടോ. അപ്പൊ 10 മാർക്ക് കിട്ടി. ഓക്കെ. ഇനി എത്ര മാർക്ക് കൂടി കിട്ടിയാലാണ് ഇവർക്ക് A+ കിട്ടുക? അവർക്ക് ഇനി 45 മാർക്ക് ആവണമെങ്കിൽ 35 മാർക്ക് എഴുതി പിടിക്കണം. 35 മാർക്ക് എഴുതി വാങ്ങിയാൽ 45 മാർക്കായി. അപ്പൊ 45 മാർക്ക് ഇവർക്ക് എന്തായി? A+ ആയിട്ട് മാറി. അതായത് 40 മാർക്കിന്റെ പരീക്ഷയിൽ നമ്മൾ ഓണ പരീക്ഷയ്ക്ക് അല്ലെങ്കിൽ ക്രിസ്മസ് പരീക്ഷയ്ക്ക് എത്ര മാർക്ക് വേണം? 36 മാർക്കാണ് നമ്മൾ A+ ആയിട്ട് പറയാം. തീർച്ചയായിട്ടും. അപ്പൊ 36 മാർക്ക് വേണം A+ കിട്ടാൻ വേണ്ടി. അതുവരെ എന്നാൽ നിങ്ങളെ മെയിൻ എക്സാമിന്, നിങ്ങളെ പബ്ലിക് എക്സാമിന് 35 മാർക്ക് വാങ്ങിയാൽ നിങ്ങൾക്ക് A+ കിട്ടും എന്നുള്ള കാര്യം ഷുവർ ആണ്. അതായത് C മാർക്ക് ഫുൾ ആണെങ്കിൽ ഫുള്ളുള്ള കുട്ടികൾക്ക് എന്തായാലും മിടുക്കന്മാരും മിടുക്കുകളെ കൊണ്ട് എല്ലാവർക്കും ഫുള്ളാണ്. അപ്പൊ 35 മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 50 മാർക്കിന്റെ പരീക്ഷയിൽ, എഴുത്ത് പരീക്ഷയിൽ നിങ്ങൾ 35 മാർക്ക് വാങ്ങിയാൽ നിങ്ങൾക്ക് C മാർക്ക് ഫുൾ ഉണ്ടെങ്കിൽ അത് A+ ആണ്. തീർച്ചയായിട്ടും. ഇനി സാറേ ബാക്കിയുള്ളതെന്ന് പറഞ്ഞാൽ 3 സബ്ജക്റ്റുകൾ. ഏതൊക്കെയാ 3 സബ്ജക്ട്? എന്റെ സ്വന്തം സോഷ്യൽ, പിന്നെ മാത്സ്, ഇംഗ്ലീഷ്. ഇതൊക്കെ 80 മാർക്കിന്റെ പരീക്ഷയാണ് അല്ലെ? എഴുത്ത് പരീക്ഷ 80 ആണ്. പ്ലസ് എത്ര മാർക്ക്? C മാർക്ക് 20 മാർക്ക്. 20 മാർക്ക്. അപ്പൊ ടോട്ടൽ ആയിട്ട് ഇത് 100 മാർക്കിന്റെ പരീക്ഷയാണല്ലോ. ഈ 100 മാർക്കിൽ എത്ര മാർക്ക് വേണം A+ കിട്ടാൻ വേണ്ടിയിട്ട്? 90 മാർക്ക്. യെസ്, 90 മാർക്ക് വേണം. അപ്പൊ ഇതില്ലേ ഈ 90 മാർക്കില് നമുക്കിപ്പോ എത്ര മാർക്ക് എഴുതി വാങ്ങണം നോക്കാൻ വേണ്ടി ഒറ്റ ഐഡിയ ഉള്ളൂ. 20 മാർക്ക് എന്തായാലും C മാർക്ക് കിട്ടും അല്ലെ? ഇനി 90 ആവാൻ വേണ്ടിട്ട് എംബയിൽ എത്ര വാങ്ങണം? 70 മാർക്ക് വാങ്ങിയാൽ 70 മാർക്ക് നിങ്ങൾ എഴുതി വാങ്ങി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 90 മാർക്കായി നിങ്ങൾക്ക് A+ കിട്ടി. ആണല്ലോ. യെസ്. അപ്പൊ സാറേ ഈ 35 മാർക്ക് 40 മാർക്കിന്റെ പരീക്ഷയിലും അല്ലെ, അതേപോലെ തന്നെ 80 മാർക്കിന്റെ പരീക്ഷയിലാണെങ്കിൽ 70 മാർക്കും കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് A+ കിട്ടും. ഇനി ചില ആൾക്കാരുണ്ട് സാറേ, ഇത് എല്ലാ പ്രാവശ്യവും സംഭവിക്കുന്ന ഒരു കാര്യമാണ്. സാറേ ഞാൻ എങ്ങനെ എഴുതിയിട്ടും എനിക്ക് 33 മാർക്കേ കിട്ടിയിട്ടുള്ളൂ, A+ എനിക്ക് കിട്ടൂല സാറേ എന്ന് ഉറപ്പ് പറയുന്ന ആളുകളുണ്ട്. സാധാരണ 69, 68, 67, 68, 69 ഒക്കെ വരാറുണ്ട്. സാറേ എനിക്ക് ഒരിക്കലും A+ ആവുമെന്ന് തോന്നുന്നില്ല, കാരണം എനിക്ക് 70 മാർക്കില്ല, അല്ലെങ്കിൽ എനിക്ക് സാറേ 35 മാർക്കില്ല, A+ കിട്ടൂല എന്നൊക്കെ പറയുന്ന ഒരുപാട് കുട്ടികളുണ്ട്. അപ്പൊ എന്നിട്ട് ലാസ്റ്റ് SLC റിസൾട്ട് വരുന്ന സമയത്ത് മഞ്ഞലോടും കൊണ്ട് വരും ചെയ്യും, സാർ എനിക്ക് ഫുൾ A+ കിട്ടിയെന്ന് പറഞ്ഞിട്ട് വരാറുണ്ട് മക്കളെ. അപ്പൊ എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാല്, നിങ്ങളിപ്പോ 33 മാർക്കിന് നിങ്ങൾ കൂട്ടി വെച്ചെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും ശരി എന്ന് ഉറപ്പുള്ള ഭാഗങ്ങളായിരിക്കും. എന്നാൽ അല്ലാത്ത ചില സാധനങ്ങൾ വരാറുണ്ട്. അത് നിങ്ങൾ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കണം സാറേ. നമുക്ക് എന്തെങ്കിലും അറിയെങ്കിൽ എഴുതി വെക്കാതെ എഴുതി വെച്ചേക്കണം. ക്വസ്റ്റ്യൻ പോലും അൺഅറ്റൻഡ് ആയിട്ട് പോകരുത്, എഴുതാണ്ട് നിങ്ങൾ നിൽക്കരുത്. എല്ലാ ക്വസ്റ്റ്യനും ആൻസർ ചെയ്യുക അല്ലെ? 4ാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അറിയില്ല എന്ന് വിചാരിച്ചോ, 4ാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അറിയുന്ന കാര്യം നിങ്ങൾ എഴുതി വെക്കുക വിചാരിച്ചോ. നിങ്ങൾക്ക് അറിയുന്ന ഒരു കാര്യമുണ്ട്, അത് നിങ്ങൾ അവിടെ എഴുതി വെച്ചു. ഓക്കെ. അപ്പൊ ആ അറിയുന്ന കാര്യത്തിന് നിങ്ങൾക്ക് ഒരു 1/2 മാർക്ക് കിട്ടും അല്ലെ? 2-3 ക്വസ്റ്റ്യൻ എഴുതി കഴിഞ്ഞാൽ തന്നെ റാങ്ക് മാറി, അല്ലെങ്കിൽ ഗ്രേഡ് മാറിയില്ലേ? ഗ്രേഡ് മാറി. ഒറ്റയടിക്ക് A+ലേക്ക് മാറുകയാണ്. 34 മാർക്കാണെങ്കിൽ എന്തായാലും 35 ഓൾറെഡി 35 ആണല്ലോ. അതുപോലെ 69 ആണെങ്കിൽ എന്തായാലും 70 ആവും. ഇനി അതേപോലെ ഒരു 33 മാർക്ക് അല്ലെങ്കിൽ 34 മാർക്ക് കിട്ടിയ കുട്ടിയാണെങ്കിൽ എന്തെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ആ ടീച്ചർ നോക്കുകയാണ്. ആ ടീച്ചർ നോക്കുന്ന സമയത്ത് മാർക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ടീച്ചർ അങ്ങനെ നോക്കുള്ളൂ, ഉറപ്പായിട്ടും. കാരണം ഒരു 33 കിട്ടിയാലും 34 മാർക്ക് കിട്ടിയ ഒരു കുട്ടീനെ സംബന്ധിച്ചിടത്തോളം ആ ടീച്ചർ ഒന്നും കൂടി നിങ്ങളുടെ പേപ്പർ എന്തായാലും പരിശോധിക്കും. അതിൽ എന്തെങ്കിലും ഒരു ചെറിയ സാധ്യതകൾ ഉണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് മാർക്ക് കിട്ടുക എന്നുള്ള കാര്യം ഉറപ്പാണ്. ഓക്കെ. അപ്പൊ ആ ഒരു കാര്യം വെച്ച് നിങ്ങൾ എന്ത് ചെയ്യേണ്ട, ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇനി ഇത് നിയമത്തിലുള്ള സംഭവമൊന്നുമല്ല. നിയമത്തിൽ 33 ഉണ്ടെങ്കിൽ 35 ആക്കി കൊടുക്കണമെന്നൊന്നുമില്ല.
പക്ഷേ നമ്മൾ പറഞ്ഞ എന്താ വെച്ചാൽ ഒറ്റ ക്വസ്റ്റ്യൻ പോലെ നിങ്ങൾ വിടരുത്, എല്ലാം ആൻസർ ചെയ്യണം. അതെ, അപ്പൊ സ്വാഭാവികമായിട്ട് ആ ടീച്ചർ ഒന്ന് നന്നായിട്ട് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾ മാർക്ക് 35 ആകും, നിങ്ങൾക്ക് A+ ആകും എന്നുള്ള കാര്യം ഉറപ്പാണ് മക്കളെ. അപ്പൊ ഇങ്ങനത്തെ ഈ ഒരു സാധനം ഒന്നും കുട്ടികൾക്ക് അറിയില്ല. ഇവര് എപ്പോഴും വിചാരിക്കുന്നത് വെച്ചാൽ നമുക്ക് അറിയുന്ന മാത്രം എഴുതി വെക്കാം, വേറെ ഒന്നും എഴുതണ്ട എന്നുള്ള ആ ഒരു ചിന്താഗതി എന്റെ മക്കള് ദയവ് ചെയ്ത് വേണം നിങ്ങൾ എക്സാമിന് പോകാനായിട്ട്. എല്ലാ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യുക. നമുക്ക് അറിയാത്ത ക്വസ്റ്റ്യൻ ആണെങ്കിൽ എന്തെങ്കിലും അറിയുന്നത് എഴുതി വെക്കുക, ക്വസ്റ്റ്യൻ വെറുതെ വിടാണ്ടിരിക്കുക അല്ലെ. തീർച്ചയായിട്ടും. ഇനി നിങ്ങളെ പബ്ലിക് എക്സാം ആയിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് അപ്ഡേറ്റുകൾ ഇനി കറക്റ്റ് ടൈമിൽ വരും. ആ കറക്റ്റ് ടൈമിൽ നിങ്ങളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടല്ലോ ഇപ്പൊ തന്നെ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം. നമുക്ക് സാറേ അതുപോലെ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ. തീർച്ചയായിട്ടും. അപ്പൊ നമുക്ക് അടുത്തൊരു കണ്ടന്റ് വീഡിയോ ആയിട്ട് കാണാം. ബൈ.